എന്തുവായി പാക്കിംഗ് ഒക്കെ? പാക്കിങ് അവള് പാക്കിങ് ചെയ്യുന്നുണ്ട്. വൈഫ് പിന്നെ എന്ത് തോനെ സാധനമൊന്നും വേണ്ടല്ലോ. ഡ്രസ്സ് 2 ദിവസത്തെ ഡ്രസ്സിന്റെ കാര്യം തന്നെ ഇല്ലേ ഉള്ളൂ. വേറെന്ത് അവള് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ പാക്കൊക്കെ ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉം. നമ്മുടെ കാര്യങ്ങളൊന്നും എടുക്കാൻ മറക്കല്ലേ. നമ്മുടെ കാര്യങ്ങൾ എന്താണ് അറിയത്തില്ലേ? അതവിടെ കിട്ടുന്ന കാര്യങ്ങളല്ലേ. അത് ഇവിടുന്ന് കൊണ്ടുപോകണം. ഇവിടുന്നേ കൊണ്ടുപോകണം. അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാനൊന്നിനും സമ്മതിക്കത്തില്ല. വേണ്ടേ നാട്ടിൽ നിന്റെ ഭർത്താവ് നാട്ടിലുണ്ടല്ലോ. ഗൾഫിലും കാര്യങ്ങളൊന്നും അല്ലല്ലോ. പിന്നെന്തു അത് പറ്റത്തില്ല എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നും പറഞ്ഞേ അതും നടക്കുന്ന കേസല്ല. അതുണ്ടെങ്കിൽ മാത്രം നോക്കാം. സാധനം കൊണ്ടുവരണമല്ലോ. പിന്നില്ലാണ്ട് ഇവിടെ അത് പിന്നെ പേടിക്കൊന്നും വേണ്ട. കയ്യിലിരിപ്പുണ്ട്. ഇവിടെ അവള് പ്രസവം നിർത്താത്തത് കൊണ്ട് ഇടയ്ക്കൊക്കെ ഇതിട്ട് അടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇരിപ്പുണ്ട്. നിങ്ങളൊക്കെ എന്ന് പറയാനോ, നിങ്ങളുടെ വീട്ടിൽ പിന്നെ വേറൊന്നും ഇല്ലല്ലോ. ഞങ്ങള് പിന്നെ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. കാരണം ഞങ്ങള് സൂക്ഷിച്ചും കണ്ടൊക്കെയാണ് ചെയ്യുന്നേ. നമ്മള് യൂസ് ചെയ്യത്തില്ല. പക്ഷെ നമ്മളെ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നു. പക്ഷെ അങ്ങനെ മേടിച്ചത് ഇരിപ്പുണ്ട്. അതിട്ടടിക്കതൊന്നുമില്ല. അങ്ങനാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഇന്ന് റൂം എടുക്കാതെ ടൂറിന് പോകുന്ന സമയത്ത് സെറ്റാക്കാല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു അവസരം കിട്ടുമെന്ന് സത്യം പറഞ്ഞ കമ്പനി ചെലവിൽ ഒരു കളി നടത്താം. 2 ദിവസം കമ്പനി ചെലവിൽ 2 ദിവസം കളി നടത്താം. പിന്നെന്താ? സത്യം പറഞ്ഞ അത് നമുക്ക് കിട്ടിയൊരു അവസരമായത്. ചെറുതായിട്ടൊരു ചുമയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പനിയാവുന്നു. പനിയൊന്നും ഇപ്പൊ പിടിപ്പിച്ച് വെക്കായിരിക്കും. പനിയൊന്നും പിടിപ്പിച്ച് വെക്കായിരിക്കാം. പനിയൊന്നും പിടിപ്പിച്ച് അത് പനിയാണെങ്കിലും അല്ലെങ്കിലും നമ്മള് വരുമല്ലോ. വന്നല്ലേ പറ്റൂ. വന്നേ പറ്റൂ. വന്നില്ലെങ്കിൽ പിന്നെ വേറെ പിന്നെ റൂം എടുത്ത് കൊണ്ടുപോകും. എനിക്കൊന്നും വയ്യ രാത്രി എന്റെ വീട്ടിലെ മതിലേറാൻ. അല്ലെങ്കിൽ ഈ പ്രായത്തിൽ നിങ്ങൾ മതിലടിയുന്ന വാ. നിങ്ങളല്ലെങ്കിൽ തന്നെ മതിൽ ചാടിയുന്ന വാ. അന്ന് രാത്രി വന്നെന്റെ ക്ഷീണം വരെ മാറിയിട്ടില്ല. വീട്ടിൽ തന്നെ എന്തെല്ലാം പറഞ്ഞിട്ടാണ്. വേണ്ട മതില് ചാട്ടവും ഒരു ചാട്ടവും വേണ്ട. നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളുണ്ടല്ലോ. എനിക്ക് കഴിഞ്ഞത് ഓർമ്മിപ്പിക്കരുത് തന്നെ. കഴിഞ്ഞ മീറ്റിങ്ങിന് ഇതേ കണക്ക് പോയിട്ട് ഒരാഴ്ചത്തേക്കുള്ളതെല്ലാം കൂടെ അന്നത്തെ ഒരു ദിവസം തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇതപ്പോ അതിനേക്കാളും കൂടുതലായിരിക്കുമല്ലോ. ഒരു വർഷം ഇന്നലെ പോയാണൊക്കെ അല്ലേ നമ്മള് തുടങ്ങിയിട്ട്. ഇപ്പൊ പായത്തിന് ഇതുവരെ ആരും അറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നമ്മളിത് കൊണ്ടുപോകുന്ന ഒരു സമയത്ത് പിടിക്കും. എന്നാണെന്ന് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ മിക്കവരും നമ്മുടെ കമ്പനിയിലെ മിക്കവരും ഇങ്ങനെയൊക്കെ തന്നെ. കേട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ കമ്പനിയിലെ മിക്കവരും ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ ടൂറിന് പോകുമ്പോ ഇതിന് വേണ്ടിയിട്ടാണ് കൂടുതലും പോകുന്നത്. ഇപ്പൊ കണ്ടോണം ഓഫീസിൽ ഇരുന്ന് ഓരോന്ന് കാണിക്കുന്ന കണ്ടിട്ടില്ലേ? അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇച്ചിരി ഭേദം. നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോഴേ പിന്നെ ഉള്ളൂ. ഓഫീസിൽ ഇരുന്ന് അങ്ങനെ നമ്മൾ കാണിക്കാൻ പറ്റും. എന്താ ആരും അറിയാതെ കൊണ്ടുനടക്കാൻ നോക്കും. നമ്മുടെ ആരും അറിയാവുന്ന രാജീവിനും അവർക്ക് മാത്രമാണ്. പിന്നെ അവർക്കും ഉണ്ടല്ലോ. അവരും പരസ്പരം ഉള്ളതല്ലേ. അതൊന്നും കുഴപ്പമില്ല. പുറത്തൊന്നും പറയത്തില്ല ഒരാളും. അതാണ് എനിക്കൊരു ധൈര്യം.
പിന്നെ എന്തൊക്കെയാണ് പ്ലാനിങ്? കഴിച്ചോ? ഞാൻ കഴിച്ചൊക്കെ ചെയ്ത്. എന്തൊക്കെയാണ് പ്ലാനിങ്? പ്ലാനിങ് ഒന്നുമില്ല. പ്ലാനിങ് നാളെ നമ്മൾ 2 മണിക്കല്ലേ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഉച്ചയ്ക്ക്. ആ പിന്നെന്താ ചെന്നിട്ട് പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മീറ്റിംഗ് ഒന്നും ഇല്ലല്ലോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ റൂം അക്കോമഡേഷൻ തന്നിട്ടുണ്ട്. വേണമെങ്കിൽ പാർട്ട്നേഴ്സിനെ കൊണ്ടുവരാം. നമ്മൾ പിന്നെ ആരെയും കൊണ്ടുപോകാത്തത് കൊണ്ട് നമ്മുടെ കാര്യം നടക്കും. രാത്രി പിന്നെ എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാമല്ലോ. അത് കുഴപ്പമില്ല. രാത്രി തന്നെ ഇപ്പൊ വേറെ ആരും ശ്രദ്ധിക്കലും കാര്യമൊന്നുമല്ല. നമ്മള് കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലേ. അപ്പൊ നമ്മുടേതായിട്ടുള്ള പ്രൈവസിയും കാര്യങ്ങളും ഉണ്ടാവും. ആരും ശ്രദ്ധിക്കത്തൊന്നുമില്ല. ഓരോ റൂമും എല്ലാവരും ഫാമിലി ആയിട്ടല്ലേ വരുന്നത്. നമ്മളൊരു ഫാമിലി ആയിട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു അത് ആശ്വാസം. നമുക്ക് ഇപ്പോഴൊന്നും പീരീഡ്സൊന്നും ആവത്തില്ലല്ലേ? പീരീഡ്സ് ഒന്നും ഇപ്പോഴൊന്നും ആവത്തില്ലല്ലോ. ഡേറ്റ് ഒക്കെ പീരീഡ്സ് ഡേറ്റ് അല്ലെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് മാറത്തില്ല. പിന്നെ എന്തിനാണ് പ്ലാനിങ് ഒന്നും ഇല്ല. എല്ലാ പ്രാവശ്യവും ഭയങ്കര പ്ലാനിങ് കാര്യങ്ങളാണല്ലോ. ഇത് കാരണം അത് ചെയ്യണം, ഇപ്രാവശ്യം നമുക്ക് ഒരു ഇങ്ങനെ ചെയ്യാം. വേണ്ട, നമുക്ക് പോകുന്ന രീതിയിൽ സെറ്റ് ആക്കണം. റൂമിൽ കയറിയിട്ട് അങ്ങ് തുടങ്ങുവാണോ? റൂമിൽ കയറി അങ്ങ് തുടങ്ങുവാണോ? കഴിഞ്ഞ തവണ പോയപ്പോ എന്തുവായിരുന്നു പ്ലാനിങ് വേണ്ട ഇപ്രാവശ്യം ഒരിതും വേണ്ട. പ്ലാനിങ് എന്തുവാ? തുറക്കുമ്പോ എന്തുവാ? നോർമലി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ പ്ലാനിങ് ചെയ്യണം. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും വേണ്ട. സാധനം അകത്ത് പോകരുത്. ഇത്രയും പോരെ. അത് തന്നെ നല്ല പ്ലാനിങ്. വേറൊന്നും വേണ്ട. നമുക്ക് ഇപ്രാവശ്യം ഒരു പ്ലാനിങ് വേണ്ട. നമുക്ക് നല്ല പോലെ എല്ലാം നടക്കുമെന്ന് നമുക്ക് തന്നെ അറിയാം. അതെ, പൊളിച്ചും പാത്തും വന്ന് നടത്തുന്നത്. പിന്നെ ഇപ്പം ഇത്രയും സൗകര്യം കിട്ടുമ്പോൾ നടക്കാതിരിക്കും. ഈ പ്രാവശ്യം പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 2 ദിവസത്തെ അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. 2 ദിവസം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. സമയമെടുത്ത് എല്ലാ ദിവസവും താമസിച്ച് സമയമെടുത്ത് ചെയ്യും. അന്നത്തെ കണക്ക് ഒരു ദിവസം തന്നെ 2ഉം 3ഉം കളികൾ. അന്നത്തെ കാര്യത്തിന് ഒരു ദിവസം തന്നെ എത്ര കളി കളിച്ച് 4 3 കളിയുണ്ട്. ഞാൻ പറഞ്ഞു ഓർമ്മിപ്പിക്കല്ലേന്ന്. ഇത് പിന്നെ കുഴപ്പമില്ലല്ലോ. നമുക്ക് തന്നെ 4 ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും ഞാൻ നല്ല മൂഡില്ല കേട്ടോ. ഈ മൂഡിലാന്ന് എനിക്കറിയാം. അവൻ കളിക്കത്തൊന്നുമില്ല ഇവിടെ തന്നെ. എടി, അവൻ കളിക്കത്തൊന്നുമില്ല. ഇപ്പം കുറച്ചായി കളിച്ചിട്ടൊക്കെ. ആരെങ്കിലും അറിഞ്ഞ എന്തോ അവസ്ഥ. കൂട്ടുകാരന്റെ വൈഫോ അല്ല പറഞ്ഞിട്ട് കാര്യമാണ്. അവനത്രത്തോളം വിശ്വാസമുള്ളത് കുഴപ്പമില്ല. നമുക്ക് അങ്ങേരിപ്പം കളിച്ചിട്ട് തന്നെ നല്ല സമയമായി. കാരണം വർക്കൊക്കെ കഴിഞ്ഞ് അങ്ങേര് വരുമ്പോഴത്തേക്കിനും അങ്ങേരങ്ങ് ഇറക്കുമ്പോൾ എനിക്കും പിന്നെ ഭയങ്കര കിടക്കുമ്പോൾ ക്ഷീണവും കാര്യങ്ങളൊക്കെയാവും. വല്ലപ്പോഴും അതിനോട് കൊടുക്കണം. ചുമ്മാ ഡൗട്ടൊന്നും അടുപ്പിക്കരുത്. അത് എനിക്കേ തരുമെന്നും പറഞ്ഞോണ്ട് വെച്ചോണ്ടിരിക്കാതെ ഇടയ്ക്കൊക്കെ എനിക്കേ തരുമെന്നും പറഞ്ഞോണ്ട് വെച്ചോണ്ടിരിക്കാതെ അവനും കൂടെ കൊടുക്കണം. മിക്കവർക്കും പെട്ടെന്ന് ഈ വീട്ടുകള് ഈ റിലേഷൻഷിപ്പ് പോക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം അതാ. ഒന്നീ ഭാര്യയ്ക്ക് റിലേഷൻ ഉണ്ടെങ്കിൽ ഭർത്താവിന് കൊടുക്കത്തില്ല, ഭർത്താവിനുണ്ടെങ്കിൽ പിന്നെ ഭാര്യയ്ക്ക് കൊടുക്കില്ല. പിന്നെ അത് ഡൗട്ട് അടിക്കാം. അതുകൊണ്ട് ആ ഒരു ഇതൊന്നും വേണ്ട. അവനും കൂടെ കൊടുക്കണം. അതൊക്കെ ഞാൻ കൊടുക്കേണ്ടതൊക്കെ കൊടുക്കേണ്ട രീതിയിൽ തന്നെ അങ്ങേർക്ക് കൊടുക്കുന്നുണ്ട്. ഒന്നുമല്ല അവന്റെ കൂട്ടുകാരനല്ലേ. ഒന്നുമല്ല അവന്റെ കൂട്ടുകാരനല്ലേ. അതൊക്കെ കൊണ്ട് തന്നെ
അവൻ ഗൾഫിലാണ്ട് പോകുന്നു പറഞ്ഞിട്ട് സെറ്റ് ആവാറാണ് ആയത്. ഗൾഫിലോ യുകെയിലോ എവിടാണ്ട് പോകുന്നു പറയുന്നത്. ഇപ്പൊ പോകുന്നില്ലെന്ന്, പിന്നാണേ പോന്നുള്ളന്ന്. പോകുന്നില്ല. പിന്നെ എന്തെടുക്കുന്നു? നോക്കാം. നമുക്ക് എന്തായാലും നമ്മുടെ കളി കിട്ടിയാൽ മതിയല്ലോ. നമുക്ക് കളി കിട്ടിയാൽ മതി. കറക്റ്റ് സമയത്തുള്ള കളിയും കാര്യങ്ങളും. എങ്ങനെ എന്നാലും സെറ്റായി നീ? അതൊക്കെ ഒന്ന് സെറ്റായി. ഞാൻ ഇടയ്ക്കൊക്കെ അന്ന് അവൻ്റെ കൂടെ വരുമ്പോഴേ ഇങ്ങനെ നോക്കുകയോ ചെയ്യുമായിരുന്നു. പക്ഷെ ഇടയ്ക്കൊക്കെ നോക്കുകയോ ചെയ്യുമായിരുന്നു. പക്ഷെ എങ്ങനെ പെട്ടെന്ന് സെറ്റാവുമെന്ന് വിചാരിച്ചില്ല. ഇടയ്ക്കൊക്കെ അവൻ്റെ കൂടെ വരുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ അന്ന് നിന്നെ നോക്കുമായിരുന്നു. പക്ഷെ നീ ഇത്ര അന്ന് ഞാൻ വിചാരിച്ച നീ അങ്ങനെ വീഴത്തൊന്നുമില്ലായിരിക്കും. പക്ഷെ അങ്ങനെ പെട്ടെന്ന് വീണെന്ന്. എനിക്ക് എന്താ